പുതിയ വഖഫ് ഭേദഗതി നിയമപ്രകാരം പാലിക്കേണ്ടതായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ രൂപീകരിച്ചിട്ടുള്ള വഖഫ് ബോർഡിനെ പിരിച്ചുവിടണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണെന്ന് ഷോൺ ജോർജ്. BJPയുടെ 3 നിയമസഭാ സാമാജികരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇതു സംബന്ധിച്ച് കത്ത് നൽകുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. LDF സർക്കാർ നിയമിച്ച വഖഫ് ബോർഡിനെ വഖഫ് നിയമത്തിലെ സെക്ഷൻ 64 പ്രകാരം പിരിച്ചുവിടാൻ മുഖ്യമന്ത്രിക്ക് 10 മിനിറ്റ് പോലും വേണ്ട. മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ബോർഡ് ഇല്ലാതാകും. നാളെ ലാഭകരമായി പുതിയ ബോർഡ് രൂപീകരിച്ച് മുനമ്പം ഭൂമി വഖഫ് സ്വത്തല്ലെന്ന് പ്രഖ്യാപിക്കാമെന്നും BJP നേതാവ് പറഞ്ഞു. ഇവിടെ സംസ്ഥാന വഖഫ് ബോർഡിനെ പിരിച്ചുവിടണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. കാരണം വഖഫ് ഭേദഗതി നിയമം 2025 സെക്ഷൻ 14 പ്രകാരം കോമ്പോസിഷൻ ഓഫ് ബോർഡിലുണ്ടായിരിക്കേണ്ട വ്യക്തികളുടെ മാനദണ്ഡങ്ങൾ പ്രകാരം ആ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇതിന് മുമ്പുണ്ടായിരുന്ന ശ്രീ പിണറായി വിജയൻ സർക്കാർ ആ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിൽ പുതിയ വഖഫ് ഭേദഗതി നിയമപ്രകാരം പാലിക്കേണ്ടതായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ രൂപീകരിച്ചിട്ടുള്ള വഖഫ് ബോർഡിനെ പിരിച്ചുവിടണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഉമീദ് പോർട്ടലിൽ ഈ മുനമ്പം ഭൂമി രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, ഇത് സംബന്ധിച്ച് ഈ രജിസ്റ്ററിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ള അന്യായമായ വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ശ്രീ കിരൺ റിജുവിന് ഇത് സംബന്ധിച്ച് കത്ത് കൈമാറിയിട്ടുണ്ട്. ഈ ഗസറ്റ് പബ്ലിക്കേഷനിൽ കേന്ദ്ര മാനദണ്ഡ പ്രകാരമുള്ള 2 പേരെ മനഃപൂർവ്വമായി നിയമിക്കാതെ മാറ്റി നിർത്തിയിട്ട് ഒരു ബോർഡാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ആ ബോർഡ്, സമാനമായ ബോർഡ് തമിഴ്നാട്ടിലുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ ആ ബോർഡ് പിരിച്ചുവിടുവാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്, ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ റദ്ദ് ചെയ്ത് വഖഫ് ബോർഡിനെ പിരിച്ചുവിടണം. അതായത് നിലവിലുള്ള കേന്ദ്ര നിയമപ്രകാരം മാനദണ്ഡപ്രകാരം അല്ലാതെ രൂപീകരിച്ചിട്ടുള്ള വഖഫ് ബോർഡിനെ പിരിച്ചുവിട്ടുകൊണ്ട് ഇത് ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ റദ്ദ് ചെയ്യണമെന്നും ആവശ്യപ്പെടുകയാണ്. ഇല്ല എങ്കിൽ തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നതാണ്. അല്ല, നമ്മുടെ അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഇന്നത്തെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ എന്താണ്? സെക്ഷൻ 97 അനുസരിച്ച് വഖഫ് ബോർഡിൻ്റെ വസ്തുവല്ല ഇത് എന്ന് ടൈപ്പ് ചെയ്യാൻ 10 മിനിറ്റ് സമയം. അധികാരത്തിൽ വന്ന് 10 ദിവസമായി. 10 മിനിറ്റ് അല്ല, 10 ദിവസമായിപ്പോൾ. ഈ വിഷയം ഇന്നലെ ലൈവായി വീണ്ടും വന്നു. മന്ത്രിസഭാ യോഗം അതിനുശേഷം നടന്നു. എന്നിട്ടും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള, കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ ഓരോരോ കാര്യങ്ങളും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ്? ഇന്നലെ വഖഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ വഖഫ് ബോർഡിൻ്റെ വസ്തുവല്ല എന്ന് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന അദ്ദേഹത്തിന് ഇന്ന് അഭിപ്രായം ഇല്ല. അപ്പോൾ ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് മുനമ്പത്തെ ഭൂമി വഖഫ് വസ്തുവല്ലെന്ന് ടൈപ്പ് ചെയ്യാൻ വെറും 10 മിനിറ്റ് മതിയെന്ന് പറഞ്ഞ ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയെന്നും, എന്നാൽ അധികാരത്തിലേറി 10 ദിവസം കഴിഞ്ഞിട്ടും ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ VD സതീശന് സാധിക്കുന്നില്ലെന്നും ഷോൺ ജോർജ് കുറ്റപ്പെടുത്തി. മുനമ്പൻ ജനതയ്ക്കൊപ്പം BJP എന്നും ഈ വിഷയത്തിൽ വോട്ട് രാഷ്ട്രീയമല്ല, നീതിയാണ് തങ്ങളുടെ ലക്ഷ്യം വയ്ക്കുന്നതെന്നും പാർട്ടി വ്യക്തമാക്കി.